ചേട്ടാ ഇലക്ട്രിസിറ്റി ബില്ല്. ആ 30,000 രൂപയെ എല്ലാരും എത്തിയല്ല. ഇതെന്താന്ന് മനസ്സിലായ? KCB ബില്ല് 30,000 രൂപ. എനിക്ക് ഇതിനോട് തീരുമാനം അറിഞ്ഞേ പറ്റുള്ളൂ. 30,000 ഒക്കെ ബില്ല് വരണമെങ്കിൽ മീറ്ററിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. മീറ്ററിന് കംപ്ലൈന്റ്. ഇതിപ്പോ എത്രാമത്തെ മീറ്ററാ മാറ്റണം മോളെ? മൂന്നാമത്തെ അല്ലേ? ഒന്നല്ല, 4 എടാ അങ്ങനെയാണ് ചിലപ്പോ കറണ്ട് ലൈൻ വഴി ഇറങ്ങി പോണായിരിക്കും. ഇറങ്ങി പൊക്കോളൂ എന്റെ വീട്ടിൽ നിന്ന്. ലൈൻ മാറ്റി നോക്കി, മീറ്റർ മാറ്റി നോക്കി, പോസ്റ്റ് വരെ മാറ്റി നോക്കി. ഇനിയിപ്പോ മാറ്റാനേ ഒന്നേ ഉള്ളു, നിങ്ങളെ. അതിപ്പോ കറണ്ട് ബില്ല് ഇങ്ങനെ കൂടുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്തിട്ടില്ലല്ലേ? മോളൊന്ന് ഇരുത്തിയൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഇരിക്കാം. പറയടാ. ആണോ? പിന്നെ ശരിക്കും ഇതിന്റെ സ്വിച്ച് എവിടെയാണ്? അതൊക്കെ പണ്ടല്ലേ, ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നുമല്ല. മാറിയല്ലേ? കംപ്ലീറ്റ് ആയിട്ട് മാറി. നല്ല ചൂടുണ്ടല്ലേ? ഭയങ്കര ചൂട്. മോളാ ഫാൻ എന്നിട്ട് എന്താ ഇപ്പൊ നടന്നത്? അതെ, എനിക്ക് എന്തോ സ്വിച്ച് കാണുമ്പോ ആകെക്കൂടെ ഒരു വിറവല്. വിറവലല്ലേ? മോളുടെ വിറവലാണ് ദേ ഇരിക്കണ കറണ്ട് ബില്ല്. മനസ്സിലായ? ആ ചിരിച്ചാ? ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചു കണ്ടല്ല, സമാധാനം. മോൾക്കറിയോ നമുക്കിവിടെ എത്ര കിണറുണ്ടെന്ന്? 2 അല്ലേ? 2 ശരിയാ, കറക്റ്റ്. എവിടേക്ക്? ഒന്നിവിടെ ഒന്നവിടെ. ഇവിടെയുള്ള കിണർ എന്തിനാ? അത് മോട്ടറിലേക്ക് വെള്ളം നിറക്കാൻ. അവിടത്തെ കിണർ നിറഞ്ഞ വെള്ളം വീഴുമ്പോ പിടിക്കാൻ. അപ്പൊ അതെന്തിനാണെന്നാ? എടാ പൊട്ട, ഇവള് മോട്ടറിട്ട് ഓഫാക്കാൻ മറന്നു. പിന്നെ ഈ നിറഞ്ഞു കവിഞ്ഞ് വീഴുന്ന വെള്ളമില്ലേ, അത് താഴെ വീണ് വലിയൊരു കുഴിയായി. ഇപ്പൊ അതാണ് ആ കിണറായിട്ട് അവിടെ നിൽക്കണത്. ഓ കൊച്ചു കള്ളി, ഒറ്റയ്ക്ക് കിണറൊക്കെ കുത്താൻ പഠിച്ചല്ലേ? എനിക്ക് അതിന് ഇന്നൊരു തീരുമാനം വേണം. അത് നമുക്ക് ആ കിണർ അങ്ങ് മൂടിയാ പോരെ? അയ്യോ, അപ്പോഴും മോട്ടർ ഓഫ് ആക്കൂല അല്ലേ? കുറച്ച് പ്രാക്ടിക്കലായിട്ട് ഇരിക്കടി. അയ്യോ പ്രാക്ടിക്കൽ. അമ്മ ഒന്ന് കേട്ടെ, ഫോൺ മാറ്റി. പ്രാക്ടിക്കൽ. നാശൻ എത്ര ഫോണുണ്ട്? 3 ഫോണും 6 സിമ്മും. ഒരെണ്ണം കമ്പനി ഫോണാ. അയ്യോ കമ്പനി ഫോൺ കറണ്ട് എവിടെ നിന്ന് എടുക്കണേ? ഇവിടുന്ന്. കമ്പനി അതിന് കാശ് തരുന്നുണ്ടോ? ഇല്ല. എന്നാ കമ്പനി ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചേ. ബാക്കി ഫോൺ വെച്ച് സാർ എന്താ കാണിക്കണേ? നല്ല മഴ. അവിടെ മഴയുണ്ടോ? അത് നല്ല രസം. മഴ, ജോൺസൺ മാസ്റ്റർ, ചായ. തീർന്നോ? ഇലക്ട്രിസിറ്റി ബില്ല് നിന്റെ ജോൺസൺ മാഷ് കൊടുക്കുവാടാ. അവളുടെ വീട് എവിടെ? അത് അവിടെ വെയില്, ഇവിടെ മഴ അല്ലേ? നേരിട്ട് പോയി സംസാരിക്കണം മോളെ. അപ്പൊ വെറുതെ വെള്ളം തീർന്നു പോണത്? അയ്യോ, മാഡത്തിന്റെ കണക്കൊന്നും ഇവിടെ പറയല്ലേ. ഞാൻ അവനെ പോലെ അകത്ത് കുത്തിയിടർന്നില്ല. മാഡത്തിന്റെ കുത്തൽ അകത്തല്ലല്ലോ, പുറത്തല്ലേ? ഇടി, ഒരു മനുഷ്യന് ഇലക്ട്രിക്കൽ സ്കൂട്ടർ ചാർജ് ചെയ്യുന്ന ഒരു പരിധിയുണ്ട്. നീ കുത്തിയിടുന്നതോ പോട്ടെ, നിന്റെ അപ്പൂപ്പൻ, നിന്റെ കാമുകൻ, ഇതെന്താണ് സത്രമായത്? ചേട്ടാ, അവന് ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തോണ്ടല്ലേ? അയ്യോ, ഞാൻ പിന്നെ 5 പെട്രോൾ പമ്പിന്റെ ഓർഡർ ആണല്ലോ. എല്ലാത്തിന്റെ അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്കിവിടെ കുറച്ച് ഗുണമുള്ളത് ഇവനെ കൊണ്ട് മാത്രമാണ്. കറണ്ട് കുറച്ച് ലാഭിച്ചു തന്നതും ഇവൻ മാത്രമാണ്. മര്യാദക്കല്ലെങ്കിൽ എല്ലാത്തിനും പറഞ്ഞു വിട്ടിട്ട് ഇവനെ മാത്രം ഞാൻ ഇവിടെ നിർത്തിക്കും. മനസ്സിലായോ? അയ്യോ, ഞാൻ മോട്ടർ ഓഫ് ആക്കില്ല. മോട്ടറൊക്കെ ഞാൻ ഓഫ് ആയിക്കോളാം, നീ ഇരുന്ന് കളിച്ചേ. പിന്നെ വെള്ളമല്ലേ? പിന്നെ ശരിക്കും എടി 2 ദിവസം ഇടാൻ മറന്ന്. ഇപ്പോൾ എന്തൊരു ഉത്തരവാദിത്തമാണ്. മുത്തേ എവിടെയാ? ഏട്ടായിപ്പുറത്തുണ്ട് കേട്ടോ. മഴയില്ലാതുകൊണ്ട് പ്രേമിക്കാൻ നിൽക്കുന്നു. പ്രേമത്തിന് മഴ മസ്റ്റല്ലേ? ഇത് പിടിച്ചേ. മഴ, ജോൺസൺ മാഷ്, ചായ, പ്രേമം. നീ പ്രേമിക്കും മുത്തേ. താങ്ക് യൂടെ മുത്തേ. മുത്തേ എടി, ചാർജ് ചെയ്യണ? നിന്റെ കാമുകന് ജോലിയൊന്നും ആയില്ലല്ലോ. അവന്റെ ഓല വണ്ടിയല്ലേ?
അതും ഇവിടെ കൊടുത്ത് ചാർജ് ചെയ്തോ, വെറുതെ അവനെന്തിനാ പൈസ കൊടുക്കണോ? ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ. ശരിയല്ലേ? പിന്നെ നിന്റെ അപ്പാപ്പന്റെ വീട്ടിലൊരു വണ്ടി ഉണ്ടല്ലോ, ഞാൻ കണ്ടല്ലോ. ഇലക്ട്രിക്. അത് ഇവിടെ കൊടുത്ത് ചാർജ് ചെയ്യ്, ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ. നെക്സ്റ്റ് ടൈം പൈസ കൊടുത്ത് കളയുന്നത്, ഇത് ചാർജ് ചെയ്യ്. ഞാൻ എന്ത് ചെയ്യാനാ?